ആത്മീയ നിർവൃതിയുടെ പുണ്യതീരമായി ആറ്റൂർ ഒരുങ്ങുന്നു. പരശുരാമനാൽ പ്രതിഷ്ഠിക്കപ്പെട്ട 108 ദുർഗാ ക്ഷേത്രങ്ങളിൽ വിശിഷ്ടമായ ആറ്റൂർ ശ്രീ കാർത്യായനി ഭഗവതി ക്ഷേത്രത്തിൽ നവീകരണ കലശത്തിന് ഫെബ്രുവരി 20-ന് തിരിതെളിയുന്നു. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ കരുകന്നൂർ വടക്കേടത്തുമന നാരായണ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്ന ഈ പുണ്യകർമ്മങ്ങളിൽ ഫെബ്രുവരി 27-നാണ് ഭക്തർ കാത്തിരിക്കുന്ന പുനഃപ്രതിഷ്ഠ. കലശ ദിനങ്ങളിൽ കലാവിരുന്നുകളും ഭക്തിപ്രഭാഷണങ്ങളും ക്ഷേത്രാങ്കണത്തിൽ ഒരുക്കിയിട്ടുണ്ട്. തലമുറകളിൽ ഒരിക്കൽ മാത്രം ലഭിക്കുന്ന ഈ പുണ്യാവസരത്തിൽ പങ്കുചേരാൻ എല്ലാ ഭക്തജനങ്ങളെയും ആറ്റൂരിലേക്ക് ഭക്തിപൂർവ്വം ക്ഷണിക്കുന്നു. ശ്രീ അന്തിമഹാകാളങ്കാവ് വേലയുടെ ഭാഗമായി കുറുമല ദേശത്തിന്റെ പുല്ല് ശേഖരിക്കൽ ചടങ്ങ് നടന്നു. മല്ലിശ്ശേരിക്കാവിൽ വിളക്ക് വെച്ചതിനു ശേഷം തെക്കേ മലയിൽ നിന്നുമാണ് പുല്ല് എത്തിച്ചത്. ചേലക്കര ശ്രീ അന്തിമഹാകാളങ്കാവ് വേല മഹോത്സവത്തിന്റെ ഭാഗമായി കുറുമല ദേശത്തിന്റെ ആഭിമുഖ്യത്തിൽ പുല്ലുവേലയ്ക്കുള്ള പുല്ല് ശേഖരിച്ച് ക്ഷേത്രത്തിലെത്തിച്ചു. കുറുമല കോയിമ്മയുടെ നേതൃത്വത്തിൽ മല്ലിശ്ശേരിക്കാവിൽ വിളക്ക് വെച്ച് പ്രാർത്ഥിച്ച ശേഷമാണ് തെക്കേമല കയറി പുല്ല് ശേഖരിച്ചത്. 2026 വേല തെക്കുംകൂർ വേലയായതിനാൽ ഇത്തവണ മല്ലിശ്ശേരിക്കാവ് ക്ഷേത്രത്തിലാണ് ചടങ്ങുകൾ നടക്കുന്നത്. കളമെഴുത്തു പാട്ട് നടത്തുന്ന 64 കാൽ പന്തൽ മേയാൻ ആവശ്യമായ പുല്ലാണ് വാദ്യഘോഷങ്ങളുടെയും മാർപ്പുവിളികളുടെയും അകമ്പടിയോടെ ഭക്തർ കാവിലെത്തിച്ചത്. കോമരങ്ങളുടെ സാന്നിധ്യത്തിൽ നടന്ന ഈ ചടങ്ങിൽ ഒട്ടേറെ ഭക്തജനങ്ങൾ പങ്കെടുത്തു. വരാനിരിക്കുന്ന പുല്ലുവേലയുടെ മുന്നോടിയായാണ് ഈ പ്രധാന ചടങ്ങ് നടന്നത്. CCV ന്യൂസ്, ചേലക്കര.